എങ്ങനെയുണ്ട് സാറ് വാലിബൻ? വാലിബൻ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റായി. കാരണം ഞാൻ ഓവർ റിവ്യൂസ് അതായത് ഒത്തിരി നെഗറ്റീവൊക്കെ കേട്ടിട്ട് വന്നുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഈ സിനിമ ഒരു പല്ലിശ്ശേരി മൂവിയായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. കാരണം അങ്ങനത്തെ ഒരു മേക്കിംഗ് ആണ് ലെവല്. പിന്നെ എങ്ങനെയാണ് ആദ്യ ദിവസം കണ്ടവർ എക്സ്പെക്റ്റ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. കാരണം ലാലേട്ടൻ ഇത്രയും നാളും ചെയ്ത, അതായത് ഞാനൊരു കാര്യം പറയാം, ഇപ്പോൾ ഫാൻസുകാരുടെ എനിക്ക് തോന്നുന്നൊരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ മുണ്ട് മടക്കി മീശ വിരിക്കുന്നൊരു ലാലേട്ടനായിരിക്കും. ആ ലാലേട്ടൻ തന്നെ കുറച്ച് പടങ്ങളൊക്കെ മോശമായപ്പോൾ അവരൊക്കെ തന്നെയാണ് പറഞ്ഞത് ചേഞ്ച് ചെയ്യണം, മമ്മൂക്കയൊക്കെ സ്വീകരിക്കുന്ന വ്യത്യസ്തമായ കഥകൾ. ശരിക്കും വ്യത്യസ്തമായൊരു കഥ തന്നെയാണ് ലാലേട്ടൻ എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു സിനിമയെ തന്നെ സപ്പോർട്ട് ചെയ്ത് അവർ വിട്ടില്ലെങ്കിൽ പിന്നീട് എങ്ങനെയാണ് പുള്ളി മാറുന്നത്? സത്യത്തിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു മൂവിയാണ്. അതായത് ഇവരിൻ്റെ മേക്കിംഗ് ലെവലിൽ തന്നെ നമ്മുടെ ഇത്ര നാളും കണ്ട സിനിമകളിൽ നിന്നൊക്കെ ഒത്തിരി കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. കാരണം ഇതൊരാളുടെ യാത്രയാണ്. ആ യാത്രയിൽ നമ്മളും കൂടെ പോകുന്നുണ്ട്. അതിന് ആ ഒരു രീതിക്ക് തന്നെ കാണാം. അപ്പോൾ അതിൻ്റെ സൗണ്ടിങ്ങിലൊക്കെ പലരും പറയുന്നുണ്ട്, സൗണ്ടിങ് ശരിക്കും പക്ക നാച്ചുറാലിറ്റി ആയിട്ട് എടുക്കുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് നടന്ന ഒരാൾ അകലെ നിന്ന് നമ്മളെ വിളിക്കുമ്പോൾ കിട്ടുന്നൊരു സൗണ്ട് ആ ഒരു ഫീലിലാണ് കൊണ്ടുപോയേക്കണം. പിന്നെ അതിൻ്റെ സൗണ്ട് എഫക്റ്റ് കാര്യങ്ങൾ, അപ്പോൾ അതിലൊരു വ്യത്യസ്തതയുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സിനിമ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു 10 കൊല്ലം കഴിയുമ്പോൾ ചിലപ്പോൾ ഈ സിനിമ ചർച്ച ചെയ്യപ്പെടും. പണ്ട് ബിഗ് ബി ഒക്കെ ഒരു വെറൈറ്റി കൺസെപ്റ്റ് വന്നപ്പോൾ വിമർശിച്ചവർ ഇന്ന് അതിൻ്റെ 2ാം ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കുക. വാലിബിന് ഒരു തരത്തിൽ നമുക്ക് കൊള്ളില്ല എന്ന് പറയാൻ പറ്റില്ല. അത് ആ ഒരു ലെവലിൽ കാണുന്നവർക്ക് ഇഷ്ടപ്പെടും. എനിക്ക് തോന്നുന്നു 2-3 ദിവസങ്ങളൊക്കെ കാണുന്നവർ ഇപ്പോൾ തിയേറ്ററിലൊക്കെ അത്യാവശ്യം നല്ലൊരു ഓളത്തിനാണ് ആൾക്കാർ കാണുന്നത്. പിന്നെ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ഒത്തിരിയധികം കഥാപാത്രങ്ങൾ, ഇപ്പോൾ പുതുമുഖങ്ങളായിട്ട് അഭിനയിച്ചിരിക്കുന്നവരൊക്കെ ഭയങ്കര വൈബിലാണ് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ ഇൻ്റർവൽ സീനുകൾ, പട്ടാളക്കാർ, അങ്ങനെയൊക്കെ കുറേ സീക്വൻസുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ അവസാനത്തോടെ എടുക്കുമ്പോൾ ഒരു 20 മിനിറ്റൊക്കെ പക്ക മേക്കിംഗ് ആണ് കേട്ടോ. കാരണം ആ ഒരു രഥം കൊണ്ട് പോകുന്ന കുറേ സീനുണ്ട്. ഞാൻ സ്പോയിലറായതുകൊണ്ട് പറയുന്നില്ല. അങ്ങനെയുള്ള സീക്വൻസുകളും ആ സെൻറ്റിമെൻറ്റ്സൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് കൊണ്ടുവരുന്നത്. എനിക്കെന്തായാലും പടം നന്നായിട്ട് കണക്റ്റായി. വിമർശിക്കുന്നവരിത് എന്ത് കണ്ടിട്ടാണ് വിമർശിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും മുണ്ട് മടക്കി മീശ ഇരിക്കുന്ന ഒരു ലാലേട്ടനല്ല ഇത്. പക്ക ക്ലാസ്സാണ്. ഇതൊരു കൾട്ട് ക്ലാസിക് എന്ന് പറയാം. ഓക്കെ.